വരണ്ടുണങ്ങുന്ന ഭൂമിക്ക് കുടപിടിക്കാൻ ഒരു കൂട്ടം ജനത. പയ്യാമ്പലത്തെ പൂഴിമണലിൽ ഹരിതാപ തീർത്ത് കണ്ണൂരിലെ വാക്കേഴ്സ് ക്ലബ് അംഗങ്ങൾ. ദിനേനയുള്ള നടത്തത്തിനിടയിൽ ഒരു തൈ നട്ടും നട്ട തൈ നനച്ചും ഒരു വ്യാഴവട്ടത്തിന്റെ ഹരിതക്കുടയ്ക്കാണ് ഇവർ ജീവൻ പകർന്നത്. ഒരു തൈ നടാം നമുക്ക് നല്ല നാളേക്കു വേണ്ടി. ഈ വരികൾ അർത്ഥവത്താക്കുകയാണ് കണ്ണൂരിലെ വാക്കേഴ്സ് ക്ലബ് അംഗങ്ങൾ. പയ്യാമ്പലത്തെ വഴിയോരങ്ങളിലും കടൽക്കരയോടും ചേർന്ന് നിരവധി മരങ്ങളാണ് ഇവർ ഇതിനോടകം വെച്ചുപിടിപ്പിച്ചത്. ഇത് എത്ര കാലമായി രാജുവേട്ടാ? നമ്മൾ 2013 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതേപോലെ എല്ലാ ഞായറാഴ്ച വന്ന ആള് നിങ്ങളൊപ്പം കൂട്ടില്ല? എല്ലാവരും ഉണ്ടാവും ഞായറാഴ്ച എല്ലാത്തിനും നടക്കും. അപ്പൊ കല്യാണം അങ്ങനത്തെ സംഭവം നിങ്ങൾ മാറ്റിവെച്ചിട്ട് മെയിൻ രാവിലെ അല്ലേ? അപ്പോഴേക്ക് രാവിലെ നമ്മൾ 6 മണിയാകുമ്പോഴേക്ക് എത്തും. അപ്പോഴേക്ക് എല്ലാ എന്നാലും മൊത്തം സപ്പോർട്ടാണ് 100%. രാജുവേട്ടനാണ് ഇവര് വീട്ടിൽ നിന്ന്. കാരണം എന്താ വെച്ചാൽ ഈ മരത്തിന്റെ കീഴിൽ പോയിട്ട് ഈ ചെടി പറിച്ച് വീട്ടിൽ കൊണ്ടുപോയി നട്ടിട്ട് വളർത്തിക്കൊണ്ടിരുന്നതാണ്. കൂട്ടായ്മയിലെ 12ഓളം പേരുടെ പ്രയത്നമാണ് ഇതിനു പിന്നിൽ. വച്ചുപിടിപ്പിക്കുന്നത് ഏറെയും ബദാം മരങ്ങളാണ്. മിക്കപ്പോഴും സ്വന്തം വീടുകളിൽ തൈ മുളപ്പിച്ചു പാകമാകുമ്പോൾ മാത്രമാണ് ഇവർ ഇവിടെ കൊണ്ടുനടുന്നത്. എന്നിരുന്നാൽ പോലും പലതവണകളായി ഇവർ നട്ടുപിടിപ്പിച്ച ചെടികൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു തൈ 13 തവണ നടേണ്ടി വന്നിട്ടുണ്ടെന്ന് സെക്രട്ടറി രാജേഷ് കുമാറും പ്രസിഡന്റ് രാജീവനും പറഞ്ഞു. ഏകദേശം 2013 മുതൽ തുടങ്ങിയ പരിപാടിയാണ്. ഒരു രജിസ്റ്റേർഡ് വാക്കേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ പയ്യാമ്പലത്തിലൂടെ നടക്കുന്നവരുടെ ഒരു കൂട്ടായ്മ. അതായത് പയ്യാമ്പലം ഏകദേശം ഇവിടുന്ന് പള്ളിയാമ്പലം മുതൽ ഇവിടെ പതാറ് വരെ ഫുള്ള് മരങ്ങൾ ഏകദേശം 400 ചെടികളുണ്ട്. അതിൽ വലുതായ ഏകദേശം 10-200 ചെടിയുണ്ട്. ഏകദേശം നമ്മളെക്കാളും ഹൈറ്റായ ഒരു 10-200 ചെടികളിപ്പോൾ നട്ടിട്ടുണ്ട്. പിന്നെ ആഴ്ചയിൽ എന്തായാലും ഞായറാഴ്ചയും ബാക്കി പറ്റുമെങ്കിലും മറ്റു ദിവസങ്ങളിലും ആയിട്ട് ചെറിയ ചെടിക്കൊക്കെ നനച്ചിട്ട് പരിപാലിച്ചു പോകാണ്. അപ്പോൾ മിസ്സായതൊക്കെ പുതുതായിട്ട് വെക്കുകയും, പക്ഷെ പലപ്പോഴും പലതും ആൾക്കാരെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ വ്യത്യാസം 13 തവണയൊക്കെ വെച്ച സ്ഥലങ്ങളുണ്ട് ഒരേ സ്ഥലത്താണ്. ഇപ്പോൾ അതൊക്കെ വലുതായി. നനയ്ക്കാനാവശ്യമായ വെള്ളം ശ്മശാനത്തോട് ചേർന്ന കിണറിൽ നിന്നാണ് ഇവർ ശേഖരിക്കുന്നത്. വേനലാകുമ്പോൾ നനയ്ക്കുക എന്നത് കടമ്പ കൂടിയാണ്. DTPCയുടെയോ കോർപ്പറേഷന്റെയോ ഒരു കൈ സഹായം ലഭിച്ചാൽ ഉദ്യമം വലിയൊരു രീതിയിൽ പൂർത്തിയാക്കാം എന്നിവർ വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സഹായം ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ തണലൊരുക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യാനും ഇവർ മുന്നോട്ട് തന്നെ ഉണ്ടാകും. വാക്ക്വേന്റെ നോർത്ത് സൈഡില് 3 പ്രാവശ്യമായി കുറെ 10-15 തൈകൾ നടുന്നു. അതെല്ലാം അരക്കിയ രാത്രി, ശനിയാഴ്ച രാത്രിയാണ് പൊരിച്ചു കളി. 3 പ്രാവശ്യം നട്ടിട്ടും പിടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതിൽ കോർപ്പറേഷൻകാർ നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തിരുന്നോ? അറിയോ ഇങ്ങനെ സംഭവം നടക്കുന്നത്? അറിയ പോലും ഇല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ നമ്മള് പ്ലാന്റർ ബോക്സിലിടക്ക് ചെടികളെല്ലാം വെച്ചു കൊടുത്തു. അത് ഇതുപോലെ ഇരിക്കുന്ന ആൾക്കാർ പോയതുകൊണ്ടോ അതല്ലെങ്കിൽ നശിപ്പിച്ചാണ്. നമ്മൾ പിന്നെ ഈ വാക്കുകൾക്ക് പുറത്താണ് നമ്മൾ ചെടികളെല്ലാം വെക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തോ, പക്ഷെ സക്സസ് ആയിട്ടില്ല. ആരെങ്കിലെല്ലാം കൊണ്ടുപോകും. 12 വർഷത്തിലധികമായി വാക്കേഴ്സ് ക്ലബ് ഇത്തരത്തിലൊരു സത്പ്രവൃത്തി തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പയ്യാമ്പലത്തെ മനോഹര കാഴ്ചകൾക്ക് ഇവരുടെ കയ്യൊപ്പമുണ്ടെന്ന് നിസ്സംശയം പറയാം. സിറ്റി ന്യൂസ്, കണ്ണൂർ.